കൃഷ്ണപുരം മണ്ഡലം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും 139-ാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. KPCC സെക്രട്ടറി N. രവി ദേശരക്ഷാപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം മണ്ഡലം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും 139-ാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി N. രവി ദേശരക്ഷാപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ലോകാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155ാമത് ജന്മദിനമാണിന്ന്. ഗാന്ധി ജയന്തി ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അലങ്കരിച്ച് പുഷ്പാർച്ചന നടത്തുകയും അതുപോലെ തന്നെ ദേശരക്ഷാ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി സമുചിതമായി ഈ ഗാന്ധി ജയന്തി ദിനം ആചരിക്കുകയാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 1924 അദ്ദേഹം ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്നത്. 1924 അന്ന് AICC സമ്മേളനത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് അതിൻ്റെ 100ാമത് വാർഷികമാണ് ഇന്ന് നമ്മുടെ KPCC ആചരിക്കുന്നത്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ 100ാം വാർഷിക ദിനമായി ഇന്ന് 155ാം ജന്മദിനം വളരെ സമുചിതമായി എല്ലാവരും കോൺഗ്രസും അതുപോലെ തന്നെ ദേശസ്നേഹികളായി മുഴുവൻ ആളുകളും ജനാധിപത്യ വിശ്വാസികളും ആചരിക്കുകയാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ പ്രസക്തി ഇന്ന് ലോകവ്യാപകമായി വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐക്യരാഷ്ട്ര സംഘടന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-ാം തീയതി അഹിംസാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. അപ്പം മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ലോകവ്യാപകമായി ഈ ഗാന്ധി ജയന്തി ദിനം അഹിംസാ ദിനമായി ആചരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബഹുമാന്യനായ ധീരദേശാഭിമാനിയായ ആരാധ്യനായ ലോകം ജീവിക്കുന്നിടത്തോളം കാലം ജനമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന മഹാത്മാഗാന്ധി അദ്ദേഹമാണ് നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി സ്വാതന്ത്ര്യ സമരം, അന്തിമ സമരം നയിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തിന് നേതൃത്വം നൽകി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന അന്തിമ സമരത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. ദണ്ഡി യാത്ര ഉൾപ്പെടെയുള്ള സഹന സമരം മഹാത്മാഗാന്ധിയാണ് നടത്തിയിട്ടുള്ളത്. സത്യാഗ്രഹ സമരം, നിരാഹാര സമരം ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക കാട്ടിയ ബഹുമാന്യനായ നേതാവായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. ബൂത്ത് പ്രസിഡന്റ് K. രാജു അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് K. നാസർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KV. രജികുമാർ, S. നസീർ, നിസാർ, മോഹനൻ, ബിജു, അസീസ്, ഡാനിയൽ തമ്പി, കൊച്ചുചെറുകൻ, വിജയമോഹൻ, ബാലചന്ദ്രൻ, ഖാലിദ് കുഞ്ഞ്, ഗോപിനാഥൻ, സോമൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.